കോന്നിയിൽ അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഐ ഗ്രൂപ്പിലെ 11 DCC സെക്രട്ടറിമാർ രാജിക്കൊരുങ്ങുന്നു. വിവരങ്ങൾ ബിജേഷ് ചേരും. ബിജേഷ്, ശക്തമായ സമ്മർദ്ദതന്ത്രം രൂപപ്പെടുത്തുകയാണോ? അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിച്ചതിൽ ഐ ഗ്രൂപ്പിലെ 11 DCC സെക്രട്ടറിമാർ രാജിക്ക് ഒരുങ്ങുന്നു. ഇക്കാര്യം അവർ AICC കൂടി അംഗീകരിക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിനെ സമ്മർദ്ദതന്ത്രം എന്ന് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. വിവരങ്ങൾ തീർച്ചയായിട്ടും പ്രതീഷ്, ഇതൊരു സമ്മർദ്ദതന്ത്രമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കാണാം. കാരണം കൃത്യമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ ഒന്നും തന്നെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. അടൂർ പ്രകാശിനെ മാറ്റി കോന്നിയിൽ പുതിയൊരു സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ദില്ലിയിൽ നിന്നും വന്നിട്ടുമില്ല. ഈ ഒരു ഘട്ടത്തിൽ ചിലപ്പോഴെങ്കിലും അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു സൂചനകളുണ്ട്. അതിന് പ്രധാന കാരണം DCC പ്രസിഡന്റായിട്ടുള്ള മോഹൻരാജ് ഇപ്പോഴും ദില്ലിയിൽ തന്നെ തുടരുന്നതാണ്. ദില്ലിയിൽ അദ്ദേഹം തുടരുകയും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് മാറ്റം വേണം എന്ന് ആവശ്യപ്പെടുന്നതും തന്നെയാണ് ഇത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നതും. അങ്ങനെയാണ് എങ്കിൽ KPCC പ്രസിഡന്റിന്റെ വാശിക്ക് വഴങ്ങി ഒടുവിൽ അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിച്ചാൽ ബൂത്ത് തലം മുതൽ DCC ജനറൽ സെക്രട്ടറിമാർ വരെയുള്ള ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ പാർട്ടിയിൽ നിന്നും രാജിവെക്കും എന്നാണ് അറിയുന്നത്. സ്വതന്ത്രനായിട്ട് പോലും അടൂർ പ്രകാശ് മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയിക്കാൻ സാധിക്കും. അത്രമാത്രം സ്വീകാര്യത അടൂർ പ്രകാശിന് ഈ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിക്കരുത്. മറ്റ് ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കുകയുമില്ല. അവരെ ഇവിടെ നിന്ന് വിജയിപ്പിച്ച് വിടുകയും ചെയ്യുകയില്ല എന്നാണ് ഇപ്പോൾ DCC ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് അടൂർ പ്രകാശിന്റെ ഒരു സമ്മർദ്ദതന്ത്രമായി കൂടെ നമുക്ക് കാണേണ്ടി വരും. പല ഘട്ടങ്ങളിലും പല തീരുമാനങ്ങളിലും അടൂർ പ്രകാശിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള DCC ഭാരവാഹികൾ പറയുന്നത് അടൂർ പ്രകാശ് സ്വന്തമായിട്ട് യാതൊരു തീരുമാനങ്ങളും എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. പാർട്ടിക്ക് തന്നെ അറിയാവുന്ന കാര്യം കൂടിയാണ്. അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ പേരിൽ അടൂർ പ്രകാശിനെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രി അടക്കം എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൽ ഒരു മന്ത്രിയെ തെരഞ്ഞെടുത്ത് ആക്രമിക്കുന്നതിന് പിന്നിൽ സീറ്റ് മോഹികളായിട്ടുള്ള പാർട്ടിക്കകത്ത് തന്നെയുള്ള ചില സീറ്റ് മോഹികളുടെ ഒരു തന്ത്രമായിരിക്കാം അത് എന്ന് പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ KPCC പ്രസിഡന്റിന് അടൂർ പ്രകാശിനോട് മാത്രം ഇത്ര വലിയ വൈരാഗ്യവും പാർട്ടിക്ക് ഒരു UDFന് തന്നെ ഒരു തുടർഭരണം ഉണ്ടാകാനുള്ള അവസരം ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനം കൂടിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ പത്തനംതിട്ട ജില്ലയിലെ ഐ ഗ്രൂപ്പും അതോടൊപ്പം തന്നെ കോൺഗ്രസും അത് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറയുന്നു. നേരത്തെ നമുക്കറിയാം ആറന്മുള സീറ്റിനായിട്ട് DCC പ്രസിഡന്റ് മോഹൻരാജ് വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ നിരവധി തവണ തന്നെ പരിഗണിച്ചിട്ടും അവസാന ഘട്ടത്തിൽ പാർട്ടി സീറ്റ് നൽകാതെ അവഗണിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇത്തവണ തനിക്ക് ആറന്മുള സീറ്റ് നൽകണം എന്ന് പറഞ്ഞത്. പക്ഷേ അതേസമയം തന്നെ ശിവദാസൻ നായരും ഈ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരികയും ശിവദാസൻ നായർ പോസ്റ്റർ അടിച്ചുള്ള പ്രചരണം അടക്കം നടത്തുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ ആറന്മുള സീറ്റ് ശിവദാസൻ നായർക്ക് നൽകാനുള്ള തീരുമാനം ഏകദേശം ആയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പിന്നീടുള്ളത് കോന്നിയാണ്. കോന്നി മണ്ഡലം ഐ ഗ്രൂപ്പിന്റെ കൈവശമാണ് നിലവിലുള്ളത്. ഐ ഗ്രൂപ്പിന്റെ കൈവശമുള്ള കോന്നി മണ്ഡലം എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ട് മോഹൻരാജിന് നൽകുമ്പോൾ അത് പാർട്ടിക്കകത്തും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അങ്ങനെ തന്നെ വലിയ ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കോന്നിയിൽ കോൺഗ്രസിനകത്ത് വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നത്. വിജേഷാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തർക്കം തുറന്ന പോരിലേക്ക് പോകുന്നു. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കെത്തിയ രമേശ് ചെന്നിത്തലയുടെ സുധീരൻ ക്ഷുഭിതനായി. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന് സുധീരൻ പറഞ്ഞു. വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് നൽകും. സന്തോഷ്, ഓരോ നിമിഷവും വളരെ ഉദ്യോഗജനകമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. അതിലേറെ പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ പോകുന്ന സമവായത്തിനുള്ള ഒരു സാധ്യതയും സ്ക്രീനിംഗ് കമ്മിറ്റിയിലടക്കം ഉണ്ടാകുന്നില്ലേ? എന്താണ് ഇപ്പോൾ കൂടിക്കാഴ്ചകൾ? ആരൊക്കെ തമ്മിൽ നടത്തുന്നു? ഹൈക്കമാൻഡിന്റെ ഇടപെടൽ എങ്ങനെയാണ്? പ്രജീഷ്, സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 11 മണിയോടുകൂടിയാണ് ഇവിടെ GVR ജോഡിൽ 15-ാം നമ്പർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ അധ്യക്ഷതയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ചത്. യോഗത്തിന് മുമ്പ് ചില നാടകീയ സംഭവവികാസങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഇരു വിഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. തൃപ്പൂണിത്തുറ, ഇരിക്കൂർ, കോന്നി, തൃക്കാക്കര മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ മാറ്റാതെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് VM സുധീരൻ ഉള്ളത്. ഇതിൽ രമേശ് ചെന്നിത്തല നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ
ശ്രമങ്ങളൊക്കെ പാളിയിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി അല്പസമയം മുമ്പ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലെത്തി. രാവിലെ 11 മണിക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ചോളും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു. ഇരുവരും തങ്ങളുടെ നിലപാടുകൾ സോണിയാഗാന്ധിയുടെ മുമ്പിൽ ഉറപ്പിച്ചു പറഞ്ഞു. മാറ്റമുണ്ടാകില്ല എന്നാണ് അറിയിച്ചത്. പക്ഷേ ഇതിൽ രമേശ് ചെന്നിത്തലയാണ് കോന്നിയിൽ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും എന്ന സൂചനകൾ നൽകുന്നത്. കാരണം നൽകിക്കൊണ്ട് എ ഗ്രൂപ്പിലും അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ തയ്യാറാണെന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ VM സുധീരനും ഈ 4 പേരെ ഒരുമിച്ച് മാറ്റുക എന്ന രീതിയിൽ മാറ്റം വരുത്തുക, ഏതെങ്കിലും 1 or 2 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ VM സുധീരൻ തയ്യാറാകണം എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ വയ്ക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഇന്ന് രാവിലെ നടന്ന പൊട്ടിത്തെറിയിലൂടെ മാറി. ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഏറെ നിർണായകമാകുക. ഇന്ന് മുഴുവൻ ദിവസവും ഇരിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കഴിയുന്ന മണ്ഡലങ്ങളിലെല്ലാം ഒറ്റപ്പേരിൽ എത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ തർക്ക വിഷയങ്ങളിൽ ഒരു പാനൽ നിശ്ചയിക്കുക, VM സുധീരൻ അടക്കമുള്ളവർ പ്രത്യേക പാനൽ നൽകിയിട്ടുണ്ട്. ഈ പാനൽ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് സമിതിക്ക് ലിസ്റ്റ് കൈമാറും. തെരഞ്ഞെടുപ്പ് സമിതി നാളെ ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമിതി അന്തിമ തീരുമാനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ AK ആന്റണിയുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഏറെ നിർണായകമാകും. കാരണം AK ആന്റണി കൂടി അംഗമാണ്. AK ആന്റണി ഇപ്പോൾ പല നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷേ ആരോടൊപ്പമെങ്കിലും ഉണ്ട് എന്ന തരത്തിൽ അദ്ദേഹം ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ ആന്റണിയുടെ ഒപ്പമുള്ളവർ പറയുന്നത് VM സുധീരൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന അഴിമതിക്കാരെ മാറ്റുക എന്ന നിലപാടിൽ ഏറെക്കുറെ ആന്റണി പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ആന്റണി പറയുന്നത്, ആന്റണി മറ്റു നേതാക്കളോട് പറഞ്ഞത് ആദ്യം കേരള നേതാക്കൾ പറയട്ടെ, അതിനുശേഷം താൻ തെരഞ്ഞെടുപ്പ് സമിതിയിൽ നിലപാട് അറിയിക്കാമെന്നാണ്. എന്തായാലും ഒരു ഒത്തുതീർപ്പും ഉണ്ടായിട്ടില്ല. ചർച്ചകളും തർക്കങ്ങളും മുന്നോട്ട് പോകുന്നു. ഇന്ന് ഒരു 5 സീറ്റുകളിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാകില്ല. അക്കാര്യത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. സന്തോഷാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. KPCC അധ്യക്ഷൻ VM സുധീരനെതിരെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ. സുധീരന്റെ കോൺഗ്രസിൽ 2 നീതിയോ എന്ന തലക്കെട്ടിലാണ് പോസ്റ്ററുകൾ. ശരത്ചന്ദ്ര പ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. അതേസമയം പോസ്റ്റർ ഒട്ടിച്ചത് ആരാണെന്ന് വ്യക്തമല്ല. അഴിമതി ആരോപണ വിധേയരും പലതവണ മത്സരിച്ചവരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകേണ്ടെന്ന നിലപാടിൽ KPCC അധ്യക്ഷൻ VM സുധീരൻ ഉറച്ചു നിൽക്കവെയാണ് ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാവുന്നത്. AI ഗ്രൂപ്പുകൾ ഒന്നിച്ചു നിന്ന് സുധീരനെ എതിർക്കാൻ തുടങ്ങിയതോടെ പോര് തെരുവിലേക്കും നീങ്ങുകയാണ്. സുധീരനെതിരെ തലസ്ഥാന നഗരത്തിലെ വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സുധീരന്റെ കോൺഗ്രസിൽ ഇരട്ട നീതിയോ എന്ന തലക്കെട്ടിലാണ് പോസ്റ്ററുകൾ. ബ്ലൂ ബ്ലാക്ക്മെയിൽ കേസിലെ പ്രതിക്ക് MLA ഹോസ്റ്റലിൽ ഒളിത്താവളമൊരുക്കിയ ശരത്ചന്ദ്ര പ്രസാദിന് വാമനപുരം സീറ്റ് നൽകിയിട്ടും കോൺഗ്രസിനെ സംരക്ഷിച്ച K ബാബുവിനും ബെന്നി ബെഹനാനും സീറ്റില്ലേ എന്ന് പോസ്റ്ററുകളിൽ ചോദിക്കുന്നു. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന സുധീരന്റെ നിലപാടിലെ ഇരട്ടത്താപ്പിനെയാണ് പോസ്റ്ററിൽ ചോദ്യം ചെയ്യുന്നത്. സുധീരനെതിരെയുള്ള ഗ്രൂപ്പ് പോര് പരസ്യമാവുമ്പോൾ ആരോപണ വിധേയരെ മാറ്റി നിർത്തരുതെന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഉറച്ചു നിൽക്കുകയാണ്. ആരോപണ വിധേയരെ മാറ്റിയാൽ താനും മാറുമെന്ന മുഖ്യമന്ത്രി നിലപാടെടുത്തതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രതിസന്ധിയും രൂക്ഷമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഴീക്കോട്ടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി MV നികേഷ് കുമാർ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തി. P ജയരാജൻ താമസിക്കുന്ന വടകര ചേറോട്ട വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. പ്രചരണ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ജയരാജനെ കണ്ടതെന്ന് നികേഷ് കുമാർ പറഞ്ഞു. തന്റെ മാധ്യമപ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്നും നികേഷ് കുമാർ പ്രതികരിച്ചു. LDF സ്ഥാനാർത്ഥികളായ KK ശൈലജ, N ഷംസീർ, ബിനോയ് കുര്യൻ എന്നിവരും P ജയരാജനെ സന്ദർശിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരം നൽകിയതിനെതിരെയുള്ള കേസിൽ ഹാജരാകാൻ മന്ത്രി PK ജയലക്ഷ്മിക്ക് നോട്ടീസ്. മാനന്തവാടി റിട്ടേണിംഗ് ഓഫീസർ കൂടിയ സബ് കളക്ടറാണ് നോട്ടീസ് അയച്ചത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റായ വിദ്യാഭ്യാസ യോഗ്യത നൽകുകയും തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയും ചെയ്തതിനെതിരെ നൽകിയ പരാതിയിലാണ് നോട്ടീസ്. ബത്തേരി സ്വദേശി KP ജീവൻ നൽകിയ പരാതിയിലാണ് നടപടി. 2014 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ നടപടികൾ ഉണ്ടാകുന്നതിനെ തുടർന്ന് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണവും തേടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് റിട്ടേണിംഗ് ഓഫീസർ ഹിയറിംഗിന് ഹാജരാക്കാൻ മന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. PK ജയലക്ഷ്മി 3,91,584 രൂപ തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ചതായാണ് നൽകിയ കണക്ക്. എന്നാൽ നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം ജയലക്ഷ്മിയുടെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ വരികയും ഇത് തെരഞ്ഞെടുപ്പിനായി പിൻവലിക്കപ്പെടുകയും ചെയ്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ഇതുകൂടാതെ 2004 MA ബിരുദം നേടിയതായി സത്യവാങ്മൂലത്തിലുണ്ട്. എന്നാൽ ഇത് തെറ്റാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഏപ്രിൽ 4 വയനാട് സബ് കളക്ടറുടെ ചേംബറിൽ ഹാജരാകാനാണ് ജയലക്ഷ്മിക്ക് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, വയനാട്. അമ്പലപ്പുഴ മണ്ഡലം കോൺഗ്രസിൽ നിന്നും JDUവിന് നൽകാനുള്ള ഹൈക്കമാൻഡ് നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസിന്റെ സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ലെന്ന് DCC അധ്യക്ഷൻ AA ഷുക്കൂർ. സീറ്റ് വിട്ടു നൽകിയാൽ അത് ജില്ലയിലെ എല്ലാ UDF സീറ്റുകളുടെയും പരാജയത്തിന് കാരണമാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലമായിരുന്നു JDU ആവശ്യപ്പെട്ടത്.
കായംകുളം സ്വദേശിയായ JDU നേതാവ് ഷേഖ് പി ഹാരിസാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത്. എന്നാൽ JDUവിന് ഇപ്പോൾ അമ്പലപ്പുഴ സീറ്റ് നൽകാമെന്ന ഉറപ്പാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെതിരെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. DCC പ്രസിഡന്റ് A. ഷുക്കൂർ. അമ്പലപ്പുഴ കോൺഗ്രസിൻ്റെ സീറ്റാണ്. കോൺഗ്രസിന് 131 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും സജീവവും ആക്റ്റീവുമായ സ്ഥലമാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സജീവമായ സ്ഥലമാണ്. ഘടകകക്ഷി എന്ന നിലയിൽ JDUവിന് സീറ്റ് കൊടുക്കേണ്ടതെന്നാൽ ഈ ജില്ല വിട്ടുകൊടുക്കണം. ഈ ജില്ലയിൽ കൊടുക്കാവുന്ന സ്ഥലമല്ല അമ്പലപ്പുഴ. അമ്പലപ്പുഴയ്ക്ക് അങ്ങനെ ഒരു ക്ലെയിം വെക്കാനുള്ള യാതൊരു അർഹതയും അവർക്കില്ല. കോൺഗ്രസിന് വളരെ സാധ്യതയുള്ള മണ്ഡലമാണ് അമ്പലപ്പുഴയെന്നും ഇവിടെ കോൺഗ്രസ് നേതാക്കൾ തന്നെ മത്സരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം ജില്ലയിൽ ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു ബൂത്ത് കമ്മിറ്റി ഇല്ലാത്തൊരു പാർട്ടി ഒരു പത്രത്തിന്റെ മറവ് മാത്രമേ ഈ പാർട്ടിക്കുള്ളൂ. കോൺഗ്രസ് ഉന്നത നേതൃത്വം അടിയന്തരമായ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 7 എണ്ണമാണ് LDF ജയിച്ചത്, ഇതോടെ 9 LDF ആയി. ആലപ്പുഴ നഗരസഭയുമായി ചേർന്ന് കിടക്കുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണ മത്സരിച്ച് വിജയിച്ചത് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം G. സുധാകരൻ MLA ആണ്. അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു എതിരാളിയെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ പരിഗണിക്കണമെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിലവിൽ A. ഷുക്കൂറിന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും P. നാരായണൻകുട്ടിയുടെയും പേരുകളാണ് അമ്പലപ്പുഴയിലെ കോൺഗ്രസ് ലിസ്റ്റിൽ പരിഗണനയിലുള്ളത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പത്താൻകോട്ട് വ്യോമകേന്ദ്രത്തിൽ ഭീകരാക്രമണം നടത്തിയ 4 പാക് പൗരന്മാരെ ദേശീയ അന്വേഷണ ഏജൻസി തിരിച്ചറിഞ്ഞു. ഇവരുടെ വിശദാംശങ്ങൾ ഇന്ത്യ പാക് അന്വേഷണ സംഘത്തിന് കൈമാറി. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ മൃതദേഹ പരിശോധനയിലാണ് ഇവരുടെ വിശദാംശങ്ങൾ ലഭ്യമായത്. പത്താൻകോട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് ഇന്ത്യ പാക് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ആക്രമണം നടത്തിയവരെന്ന് NIA കണ്ടെത്തിയ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിൽ നിന്നുള്ള 4 ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളുടെ വിശദാംശങ്ങളാണ് ഇന്ത്യ കൈമാറിയത്. നസീർ ഹുസൈൻ, ഹാഫിസ് അബൂബക്കർ, ഉമർ ഫറൂഖ്, അബ്ദുൾ ഗൂം എന്നിവരെയാണ് NIA തിരിച്ചറിഞ്ഞത്. പാകിസ്ഥാനിൽ നിന്നും ഇവരെ നിയന്ത്രിച്ചിരുന്ന കൗശിക് ഖാൻ, നസീർ ഹുസൈൻ എന്നിവരാണെന്ന് വ്യക്തമാക്കിയ NIA ഈ കാര്യവും പാക് സംഘത്തെ ധരിപ്പിച്ചു. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ മൃതദേഹ പരിശോധനയിലാണ് ഇവരുടെ വിശദാംശങ്ങൾ ലഭ്യമായത്. കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരണം നൽകണമെന്നാണ് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസ്ഹറിനെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാണ് ഇന്ത്യയുടെ മറ്റൊരാവശ്യം. പാക് അന്വേഷണ സംഘത്തെ ഇന്ത്യയിൽ തെളിവെടുപ്പിന് അനുവദിച്ച പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെത്തി അന്വേഷണം നടത്താൻ NIA അനുവദിക്കണമെന്ന ആവശ്യവും ഇന്ത്യ മുന്നോട്ട് വയ്ക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ വിധി പറയുന്നത് അടുത്ത മാസത്തേക്ക് മാറ്റി. അടുത്ത മാസം 15-ലേക്കാണ് മാറ്റിയത്. ടെക്നോ പാർക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായിരുന്ന ആറ്റിപ്ര സ്വദേശി നിനോ മാത്യു, ആറ്റിങ്ങൽ സ്വദേശി അനുശാന്തി എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രതികൾ തമ്മിലുള്ള അവിഹിത ബന്ധം നിലനിർത്തുന്നതിന് സ്വന്തം മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വർക്കല ശിവപ്രസാദ് കൊലപാതകത്തിൽ 7 പ്രതികൾക്ക് ജീവപര്യന്തവും 2,85,000 രൂപ പിഴയും. പ്രതികൾ DHRM പ്രവർത്തകരാണ്. 2009 സെപ്റ്റംബർ 29-നായിരുന്നു പ്രഭാത സവാരിക്ക് പോയ ശിവപ്രസാദിനെ കൊലപ്പെടുത്തിയത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. വിശദാംശങ്ങൾ ജീവൻ കുമാർ നൽകും. ജീവൻ, വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ. പ്രജീഷ്, DHRMന്റെ മേഖലാ ചെയർമാനായിരുന്ന വർക്കല ദാസ്, ജയചന്ദ്രൻ, മധു, തൊടുകൈ സുധി, വർക്കല സുധി, സുനിൽ, ശെൽവരാജ് എന്നീ പ്രതികൾക്കാണ് അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവും 2,85,000 രൂപ പിഴയും വിധിച്ചത്. അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ബദറുദ്ദീനാണ് ശിക്ഷ വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 കൊല്ലം കൂടി അധികമായി തടവ് അനുഭവിക്കേണ്ടി വരും. പിഴ തുകയിൽ നിന്ന് 6 ലക്ഷം രൂപ ശിവപ്രസാദിന്റെ കുടുംബത്തിന് നൽകണം. 2.5 ലക്ഷം രൂപ ആക്രമണത്തിൽ പരിക്കേറ്റ അശോകന് നൽകണമെന്നും കോടതി വിധിച്ചു. ദൃക്സാക്ഷികളില്ലായിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. 2009 സെപ്റ്റംബർ മാസം 23-ാം തീയതി രാവിലെ 5 മണിക്കായിരുന്നു നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത്. പ്രഭാത സവാരിക്കിറങ്ങിയ ശിവപ്രസാദിനെ വർക്കല അരിയൂർ സ്കൂളിന് മുന്നിൽ വെച്ചായിരുന്നു പ്രതികൾ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയത്. പുതിയതായി രൂപീകരിച്ച ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് അഥവാ DHRM എന്ന സംഘടനയുടെ ശക്തിയും സാന്നിധ്യവും അറിയിക്കുക എന്ന ഏക ലക്ഷ്യം മാത്രമായിരുന്നു കൊലയ്ക്ക് ആധാരം. അത്യപൂർവമായ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും പ്രോസിക്യൂഷൻ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് വാദിച്ചില്ല. പ്രതികൾക്ക് വധശിക്ഷ വിധിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്ന് കൊല്ലപ്പെട്ട ശിവപ്രസാദിന്റെ ഭാര്യ കോടതി നടപടികൾക്ക് ശേഷം പുറത്തെത്തി പറഞ്ഞത് വൈകാരികമായി മാറി. സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ്
മജിസ്ട്രേറ്റ് കോടതി 1ന്റെ ചുമതല ഉണ്ടായിരുന്ന വി സതീഷ് കുമാർ കേസിന്റെ വിചാരണ വേളയിൽ കൂറുമാറിയിരുന്നു. ജുഡീഷ്യൽ ഓഫീസർമാരുടെ പോലും സഹായം തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന് പ്രോസിക്യൂട്ടർ ഹാഷിം ബാബുവും വെളിപ്പെടുത്തി. നേരിട്ടുള്ള തെളിവുകളില്ലായിരുന്നിട്ടും സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ കേസ് നടത്തി വിജയിപ്പിക്കാനായത്. വെറുതെ വിട്ട പ്രതികൾക്ക് ശിക്ഷ വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉയർന്ന കോടതിയിൽ അപ്പീൽ പോകുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രജീഷ്.